ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഓഡിയോയും കിട്ടി ഒരു വീഡിയോയും കിട്ടി ഇത് രണ്ടും തമ്മിൽ ലിപ് സിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ സീരീസിലൊക്കെ പറഞ്ഞു വരുന്നത് ഓരോ ടിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പത്തെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കം മുതൽ ഫിലിമോർ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള എല്ലാ കാര്യങ്ങളും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ എഡിറ്റിങ്ങൊക്കെ പഠിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്കും ഇത് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ട്യൂട്ടോറിയലിലേക്ക് പോയാലോ. ഹായ്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എങ്ങനെയാണ് ഒരു പാട്ടിൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ട്, പാട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്, ഇവ രണ്ടും തമ്മിൽ എങ്ങനെയാണ് ലിപ് സിങ്ക് ചെയ്യണേ എന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോയിൽ പൈലറ്റ് ഓഡിയോ വേണം. പൈലറ്റ് ഓഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് നമ്മൾ ഇപ്പോൾ കയ്യിലുള്ള ഓഡിയോൻ്റെ സൗണ്ട് കേൾക്കണം. അതിനെ പറയുന്ന പേരാണ് പൈലറ്റ് ഓഡിയോ. അപ്പോൾ അത് ഉള്ള ക്ലിപ്പ് മാത്രമാണ് നമുക്ക് സിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ് സുധീഷ് ശശികുമാർ. അദ്ദേഹം പാടിയിട്ടുള്ള ഒരു മലയാളനാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓണം സോങ്ങിൻ്റെ ക്ലിപ്പാണ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ പാട്ട് ഫുള്ളായിട്ട് കേൾക്കാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആ പാട്ട് ഫുള്ളായിട്ട് കേൾക്കുകയും ചെയ്യാം. അതിൻ്റെ കുറച്ച് ക്ലിപ്പാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഒരു ക്ലിപ്പ് എങ്ങനെയാണ് സിങ്ക് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ നമുക്ക് ആ പാട്ടൊന്ന് കേട്ട് നോക്കാം. ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്താൽ ആ പാട്ട് കേൾക്കാൻ പറ്റും. ഇതാണ് പാട്ട്. അപ്പോൾ ആ പാട്ട് ആദ്യം തന്നെ ടൈം ലൈനിലേക്ക് ഞാൻ വലിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ടൈം ലൈനിൻ്റെ ഏറ്റവും എൻഡിൽ കൊണ്ടു വെച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ ഒരു ക്ലിപ്പ് ആദ്യം സിങ്ക് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് മൾട്ടിപ്പിൾ ക്ലിപ്പ് എങ്ങനെയാണ് സിങ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കാണിച്ചു തരാം കേട്ടോ. ശ്രദ്ധിച്ചോളൂ. ഇതാ ഈ ക്ലിപ്പ് ഞാൻ ഏറ്റവും ഫ്രണ്ടിലാണ് കൊണ്ടുവിടുന്നത്. ശ്രദ്ധിച്ചോളൂ, ഏറ്റവും ഫ്രണ്ടിലാണ് കൊണ്ടു വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ആ ക്ലിപ്പ് രണ്ടും സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓട്ടോ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒരു സെക്കൻഡ് തന്നെ അത് ഓട്ടോമാറ്റിക് അനലൈസ് ചെയ്ത് കിട്ടും. പി സിയുടെ കോൺഫിഗറേഷൻ അനുസരിച്ചിരിക്കും കേട്ടോ. സ്പെക്ക് നല്ല അടിപൊളിയായിട്ടുള്ള പി സി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സിങ്ക് കഴിയും, നല്ല സ്പീഡിൽ വർക്ക് ചെയ്യാനും പറ്റും. ഇപ്പോൾ നോക്കിയപ്പോൾ മനസ്സിലാവും, നമ്മൾ ഫ്രണ്ടിലാണ് ക്ലിപ്പ് കൊണ്ടുവന്ന് വെച്ചത്. ആ ക്ലിപ്പ് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. കണ്ടോ? ആ ക്ലിപ്പിൻ്റെ ഓഡിയോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. കണ്ടോ? ക്ലിപ്പിന് ഓൾറെഡി പൈലറ്റ് ഓഡിയോ ഉള്ളത് കൊണ്ട് മാത്രമാണ് സിങ്ക് ചെയ്തത്. ഇനി സിങ്ക് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഈ ക്ലിപ്പിൽ ഉള്ള ഓഡിയോനെ മ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും കാണിച്ചു തരാം. ജസ്റ്റ് ആ ക്ലിപ്പിനൊന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മ്യൂട്ട് ചെയ്യുക. ഈ ക്ലിപ്പിൻ്റെ ഓഡിയോ ഓട്ടോമാറ്റിക്കലി അത് മ്യൂട്ട് ആയിക്കോളും. ഇപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം. കണ്ടോ? ഓട്ടോമാറ്റിക്കലി ആ ലിപ്പ് സിങ്കായി വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എൻ്റെ ടൈം ലൈനിൽ ഇപ്പോൾ ഈ ഫോട്ടോൻ്റെ തമ്പനെയിൽസ് ഒന്നും കാണാനില്ല, കാരണം വളരെ ചെറുതാക്കി വെച്ചിരിക്കുക. അതെങ്ങനെയാണ് അതിൻ്റെ സൈസ് മാറ്റണതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് നമ്മുടെ ഈ കാണുന്ന പാനലിൻ്റെ എവിടെയെങ്കിലും വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം അടിയിലേക്ക് പോകുമ്പോൾ അഡ്ജസ്റ്റ് ട്രാക്ക് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കണ്ടോ, സ്മോൾ ഉണ്ട്, നോർമൽ ഉണ്ട്, ബിഗ് ഉണ്ട്. നോർമൽ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ തമ്പനെയിൽ വന്നാണ്ടോ. അതിന് വേണ്ടിയിട്ട് അത് തന്നെ ബിഗ് ആക്കിയാലോ ഇത്തിരി കൂടി വലുപ്പത്തിലായിരിക്കും കാണാൻ. കണ്ടോ? അപ്പോൾ നമുക്ക് ക്ലിപ്പുകളൊക്കെ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മുകളിലേക്ക് എടുക്കുന്ന ക്ലിപ്പൊക്കെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിത് ഇപ്പോൾ അഡ്ജസ്റ്റ് ട്രാക്ക് ഹൈറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആക്കിയിട്ടാണ് വെച്ചത്. അതുകൊണ്ടാണ് ഒരു വര പോലെയാണ് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു ക്ലിപ്പ് ഞാൻ ഓൾറെഡി സിങ്ക്രണൈസേഷൻ ചെയ്തു. ഞാനിപ്പോൾ ആ ക്ലിപ്പൊന്ന് ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി മൾട്ടിപ്പിൾ ക്ലിപ്പ് എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ ഒരു 4 ക്ലിപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 4 ക്ലിപ്പ് ഞാൻ എത്ര ഏരിയ വേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ? ഇവിടെ ഞാൻ എത്ര ഏരിയ വേണമെന്നൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇനി ഞാൻ അങ്ങനെ എല്ലാ ക്ലിപ്പും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 4 ക്ലിപ്പും ഞാൻ കൺട്രോൾ ഞെക്കി പിടിച്ച് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് വെക്കാം. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഒരേ ട്രാക്കിലാണ് ഈ 4 ക്ലിപ്പും വന്ന് കിടക്കുന്നത്. അങ്ങനെ വന്നാൽ സിങ്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ട്രാക്കിലേക്ക് ഇത് മാറ്റി വയ്ക്കുക. ഇതിൻ്റെ മുകളിലാക്കി ഞാൻ വെക്കുന്നുണ്ട്. ഇതേപോലെ വച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 4 ക്ലിപ്പും അതേപോലെ തന്നെ ഓഡിയോവും ഒരുമിച്ച് സെലക്ട് ചെയ്തു. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓട്ടോ സിങ്ക്രണൈസേഷൻ ഓൺ ആക്കുക. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം കുറച്ചധികം ക്ലിപ്പുള്ള കാരണം കൊണ്ട് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് ഇത്തിരി സമയമെടുക്കും. ഞാനൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് കാണിക്കാം. കണ്ടോ, എല്ലാം സിങ്കിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം തന്നെ ഞാൻ ഈ ക്ലിപ്പ്, ഫസ്റ്റ് കിടക്കുന്ന ക്ലിപ്പ് ഒന്ന് മ്യൂട്ട് ചെയ്യുന്നുണ്ട്. അല്ല, മ്യൂട്ട് ചെയ്യണതിന് മുമ്പ് മ്യൂട്ട് ചെയ്യാണ്ട് കേൾപ്പിക്കാം. നമുക്കിതിൻ്റെ ഒറിജിനൽ ക്ലിപ്പിൻ്റെ വോയിസ് എങ്ങനെയാണെന്ന് കേട്ടു നോക്കാം. കണ്ടോ, ഇനി നമുക്ക് ഈ ക്ലിപ്പിനെ മ്യൂട്ട് ചെയ്യാം. ഇനി ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, കറക്റ്റ് സിങ്കിങ് ആയില്ലേ? നമുക്ക് ഇനി അടുത്ത ക്ലിപ്പ് ഒന്ന് പരിശോധിക്കാം. ഇവിടെ 2 ക്ലിപ്പ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ 2 ഫുട്ടേജാണത്. 2 ലൊക്കേഷനിൽ വെച്ചിട്ട് അതിൻ്റെ വെവ്വേറെ ക്ലിപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് കേട്ടോ നോക്കാം. നമുക്കിതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് നോക്കാം. ഇനി നമുക്ക് ഈ ക്ലിപ്പിനെ മ്യൂട്ട് ചെയ്യാം. കേട്ടോ നോക്കാം. ഇനി ഇതിൻ്റെ അടിയിലുള്ള ക്ലിപ്പൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇത് ഈ കാണുന്ന ഐയുടെ പടം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാക്കിലുള്ളതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. കണ്ടോ, അടിയിൽ കിടക്കുന്ന ക്ലിപ്പൊന്ന് കണ്ടു നോക്കിക്കേ. ഉണ്ടല്ലേ, കറക്റ്റായിട്ട് സിങ്ക് ആയിട്ടുണ്ട്. ഇനി അടുത്ത ലാസ്റ്റത്തെ ക്ലിപ്പും കൂടി ഒന്ന് പരിശോധിക്കാം. ആദ്യം അതിൻ്റെ ഒറിജിനൽ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. ഇനി നമുക്ക് ഒറിജിനൽ ഓഡിയോ ഒന്ന് കേൾക്കാം. ഒന്നല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ മ്യൂട്ട് ചെയ്യാം. ആ ട്രാക്കിൽ വേറെ ഓഡിയോസ് ഒന്നും നമുക്ക് ആവശ്യമുള്ളതില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ കാണുന്ന ഈ സ്പീക്കർ ഐക്കൺ ഒന്ന് ബ്ലോക്ക് ചെയ്താലും മതി. വളരെ ഈസി ആയിട്ട് ഇപ്പോൾ ഈ പറയുകയാണെങ്കിൽ 4 ക്ലിപ്പാണ്, 4 ക്ലിപ്പാണ് നമ്മൾ ഒറ്റ ക്ലിക്കിൽ സിങ്ക് ചെയ്തത്. അല്ലാതെ ഒരു ഓഡിയോൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ വേവ് ഫോം നോക്കി അത് ഒരേപോലെ മാച്ച് ചെയ്യിപ്പിച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ ഒത്തിരി സമയം പോകും. ഇതിൽ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഡിയോ വേറെ ആണെങ്കിൽ ഇതേപോലെ സിങ്ക് ചെയ്ത് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് വർക്ക് തീർക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ കണ്ട പാട്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയായിട്ടുണ്ട്. അത് എഡിറ്റ് ചെയ്തത് ഞാനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കും. എത്രയും പെട്ടെന്ന് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് വീണ്ടും വീണ്ടും എനിക്ക് ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. വേണ്ട കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.